ഹലോ എവ്രി വൺ. അങ്ങനെ നമ്മളുടെ അടുത്ത ഒരു ദിവസം പഴയ പോലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആവുമല്ലോ എന്നും പറഞ്ഞിട്ട് വളരെ സാഹസികമായി നമുക്കൊരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരുന്ന ചിഞ്ചുവിനെയാണ് കേട്ടോ. ഭയങ്കര ആംബിയൻസിലൊക്കെ നിന്ന് കണ്ട ആൾ മുട്ടയൊക്കെ വറക്കുന്നുണ്ട്. ഭയങ്കര പരിപാടിയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഓന് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള പണി എനിക്കാണ് തന്നത്. അപ്പോൾ നമ്മൾ ടോസ്റ്ററൊക്കെ അവിടെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി തകൃതിയിൽ ആപ്പയും കാക്കൊക്കെ കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ഇടക്കാലാശ്വാസത്തിന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മാസ്റ്റർ ഷെഫാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ അറ്റകുറ്റ സഹായങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓനെ മറ്റേ നമ്മുടെ കെച്ചപ്പൊക്കെ ബ്രെഡിലൊക്കെ ഞാൻ ടോസ്റ്റ് ചെയ്ത് കൊടുത്ത കരിച്ച് കൊടുത്ത ബ്രെഡിൽ തേച്ച് പിടിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ മുട്ട തിരിച്ചിടാനുള്ള ചട്ടകം അവിടെ ഇല്ലയെന്നും പറഞ്ഞാണ് ഓന് സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കിക്കണത്. സംഭവം തട്ടിക്കൂട്ടാണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വിശപ്പാണല്ലോ മുഖ്യം, വിശപ്പ് തീർക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഒരു സെറ്റ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ. നമ്മൾ തൽക്കാലാശ്വാസത്തിന് നമ്മളത് കഴിച്ചു. അപ്പോഴേക്കും അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് മീൻ പിടിക്കാൻ പോകലാണ്. യെസ്, ഫിഷിങ്. അപ്പോൾ ഇവനാണ് നമ്മളുടെ കുടുംബത്തിലെ തലതൊട്ടപ്പൻ, മുക്കുവൻ, വലിയ മുക്കുവൻ എന്ന് പറയില്ലേ, ഓനാണ് മുക്കുവൻ. ഓനാണ് അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഓനതിൻ്റെ കിടുതാമണികളൊക്കെ കൊണ്ടുവന്നിക്കുന്ന സാധന സാമഗ്രികളൊക്കെ. അപ്പോൾ അത് സെറ്റപ്പ് ചെയ്യണ പരിപാടിയിലാണ്. എനിക്ക് നമ്മൾ പണ്ട് ഈ മറ്റെന്താ പറയുക, നമ്മുടെ ഈ തോർത്ത് മുണ്ടുകൊണ്ട് തോട്ടിൽ മീൻ പിടിച്ച പരിചയം മാത്രമേ നമുക്കുള്ളൂ. പിന്നെ എന്തൊക്കെ നമ്മളിങ്ങനെ പഠിക്കും, ഇതിനൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ടല്ലോ അത്. അപ്പോൾ ചിഞ്ചു അതിൻ്റെ നമ്മളുടെ ആ ഫിഷിംഗ് റോഡൊക്കെ സെറ്റ് ചെയ്യുന്നു. അത് പിടിക്കാനുള്ള പരിപാടികൾ അത് കുറച്ച് ട്രിക്കിയാണ്, നമുക്കൊന്നും അറിയില്ല. ഓനത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സംഭവം. Let him play with my globe. Yeah, so. But don't let him throw it. It can break easily. മീനിനെ പറ്റിക്കാനുള്ള മീനുകൾ. What is that? ഇത് മീൻ സീസൺ ആകുമ്പോൾ ഇത് മതി. ഇത് സീസൺ അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? Ooh, those are other pretend fish. മീനിനെ വെല്ലുന്ന മീനുകൾ. They're silver. ചൂണ്ടലും കുളത്തൊക്കെ ഇട്ടപ്പോഴേക്കും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ. നമുക്ക് ഇന്ന് ബീഫ് പുലാവ് ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പുലാവ് കഴിക്കുന്നത്, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ മാറ്റി ഫ്രഷായി നമ്മൾ മീൻ പിടിക്കാൻ പോയി. കാരണം മീൻ പിടിക്കാൻ പോകുമ്പോൾ കുളിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇത് കഴിഞ്ഞു വന്നാൽ എന്തായാലും കുളിക്കേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിഷിങ്ങും കയാക്കിങ്ങും ആണ് നമ്മുടെ ഇന്നത്തെ പ്രധാന പരിപാടി. അപ്പോൾ രണ്ടും ചെയ്യാനുണ്ട്. നമ്മൾ തലേദിവസം വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ലേക്ക് സൈഡില്ലേ, ലേക്കാ സീയാ എനിക്കറിയില്ല, ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രെയിം കാണാൻ. ഞങ്ങൾ ഇന്ന് ഇവിടെ ചാകര തീർക്കും. ചാകര ചത്തുക്കണോ നോക്കി നീ? എനിക്ക് വേണ്ട. സൂപ്പർ, നല്ല ഗ്രീൻ കേട്ടോ. എടുത്തോ, വലിയ ഉപകാരം. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളുടെ മെയിൻ ആശാരി മുന്നിൽ പോകുന്നുണ്ട്. ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ആംബിയൻസ്, ഒടുക്കത്തെ ആംബിയൻസ് തന്നെ കേട്ടോ. ആ ഒരു സ്ഥലം ഭയങ്കര പീസ്ഫുള്ളായിട്ട്, ഭയങ്കര നേച്ചർ, ഭയങ്കര രസമാണ്. നമുക്കവിടെ ചുമ്മാ ഇരിക്കാൻ തന്നെ തോന്നും. പിന്നെ ഫിഷിങ് കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ആളുകളുടെ കൂടെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്.
ഞങ്ങൾ ചൈനീസ് ഒക്കെ അങ്ങനെ കഴിക്കാറുണ്ട്. ഇവരെ കണ്ണ് എടാ മണ്ട ഇത് കണ്ണ് സ്റ്റാൻഡേർഡ് ഒരു ഗ്ലൗസ് ഒക്കെ എടുക്കാറുണ്ട്. ഫിഷ് കിട്ടിയതേ ഇവിടെ മീൻ നോക്കാം. സ്രവപ്പ് നിർത്തും പരിപാടി. അത് നിർത്ത കണ്ടാലറിയാം. ഓ വലിയ മീനാണല്ലോ. അങ്ങനെ നമ്മൾ മീൻ പിടിക്കൽ തുടങ്ങിട്ടോ. ആപ്പിട്ടോ അവിടെ ഓൾറെഡി മീൻ പിടിക്കൽ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഷിഞ്ചു ഇവിടെ ഓൻ്റെത് വേറൊരു ഫിഷിംഗ് റോഡാണ്, എറിഞ്ഞൊക്കെ പിടിക്കുന്ന റോഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഭയങ്കര പ്രഹസനേന്, പക്ഷേ ഒന്നും നടന്നില്ല പാവം. പിന്നെ ഇവിടെ മീനിനെക്കാട്ടിലും കൂടുതൽ പാമ്പുകളാണ്. പാമ്പ് നീർക്കോലിയാണോന്ന് അറിയില്ല, വിഷമുള്ളതാണോന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരുപാട് പാമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. ഗൈസ്, ഇതാ ഒരു പാമ്പ് പോണു വെള്ളത്തിൽ. ഓ, എന്നിട്ട് വിരുദ്ധന്റെ ചൂണ്ടലും അങ്ങനെ കൊളത്തിയിട്ട് സ്രാവൊക്കെ. അത് പൊളിച്ചു മോനെ, അത് പൊളിച്ചു. കിട്ടിയോ? എങ്ങനെയുണ്ട് നിന്റെ പേരെന്താ അറിയോ? ദുൽഖർ സൽമാൻ. പാമ്പ് അത് നീർക്കോലിയാ. പിന്നെ ഇതിന്റെ ബക്കറ്റ് കണ്ടോ? അത് ബക്കറ്റിൽ വെള്ളം നിറച്ച് ഇതിലോ എന്നാ ഓ ഇരിങ്ങാട്ടിൽ പോയാല് നീന്തക്കം പഠിച്ച ഓനോടാണോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്? മുതലായി ഏതായാലും. നീ കൊണ്ടുപോയി വളം 50 കിലോന്റെ സ്വർണ്ണ കപ്പ്. അറിയില്ലല്ലോ. കുറച്ച് വിൽക്കാം കാക്ക. മീനില്ലാറും പാമ്പാ അവിടെ. മീൻ കിട്ടി, 2 കിട്ടിയേ, നിറച്ച് പാമ്പാ. നമുക്ക് ടൈമില്ല. കാക്കു മാറിക്കോ.
അങ്ങനെ പിടിക്കാം അപ്പോൾ ഇത് ലൂസാക്കാം ഞാൻ അറിയുന്നില്ലേ അല്ല അങ്ങനെ അറിയാം ലൂസാക്കി നമുക്ക് കണ്ടെത്താം മതിയോ കൊത്തല കൊത്തട്ടെ കൊത്തട്ടെ അത് ശരി എവിടെ ഇതാണ് കേസ് നമ്മളെ മെയിൻ മീൻപിടുത്തക്കാരൻ മുക്കുവൻ അൻഷിഫ്. പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന നമുക്ക് ഇവർക്കൊന്നൊരു വിശ്വാസം പോലെ പല വിധത്തിൽ പല തരത്തിൽ മീൻ കിട്ടിയില്ലെങ്കിൽ ഇന്നെ കുറ്റം പറയാനുള്ള പരിപാടി രണ്ടെണ്ണം അടിക്കട രാവിലെ കേട്ടാണ്ട് വേറെ ചെറുതാ വേണ്ടത് ഈ മീനാൾക്ക് നമ്മുടെ നാട്ടിൽ കണ്ടില്ല അപ്പോൾ കളി മാറിയതുണ്ടോ ഞങ്ങൾക്കും കിട്ടിയടാ 50 കളി മാറിയതുണ്ടോ ദിവ്യ അല്ല ഞാൻ ഒരു കാര്യം ഞാനിപ്പോ ഇവിടുത്തെ ഹെൽപ്പർ അസിസ്റ്റന്റ് ഞാൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഒരു പാത്രം കൂടി എടുക്കേ ഞാൻ 2 കൈയുള്ള എനിക്ക് നമുക്ക് ഇറക്കാം കയാക്കിങ് എപ്പോഴത് ക്ലോസ് ചെയ്യാ 2 മണിയായി ഇപ്പൊ തന്നെ ഇതൊരു 10 മീൻ കറിയൊക്കെ മീൻ പിടിച്ചാലേ നമുക്ക് ഇറങ്ങടി ഞാനും ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഇട്ടോക്കട്ടെ കാക്കു കാക്കു എന്റെ മേത്ത് കാക്കല കിട്ടി കൊറേ മീനിനെ അവിടെ മീനില്ല ഇങ്ങോട്ട് പോകുന്നില്ല ഒരെണ്ണം തൊടൂല ഞാനിത് ഇടുള്ളൂ. എന്ത് കാക്കു പിടിച്ചു എനിക്ക് തന്നാ മതി മെഷീന് ഇത് ഇങ്ങനെ ജസ്റ്റ് ഇട്ടാ മതിയോ? ആ ഇങ്ങോട്ട് എന്തെയ്യണം മീൻ കൊത്തിയ വലിച്ചണം ഇടേ മീനെ നോക്കണം കേട്ടോ മീൻ വലിച്ചോ വലിച്ചോ ചിഞ്ചോ ഇതിൽ നിനക്കൊരു ഗുണോപദേശം തരട്ടിയാണ് ഞാനാണ് എനിക്ക് ഇതിന്റെ ഐഡിയ പറഞ്ഞത് കുളത്ത് മാറ്റണം അല്ലേ ഞാൻ മാറ്റാൻ നിൽക്കുന്നത് ബേബി അല്ല ബേബി തിളങ്ങണ സാധനം എന്തിനാ നിങ്ങൾക്ക് എല്ലാം അറിയാം അത് റിഫ്ലക്ട് ചെയ്യുന്ന സാധനമാണ് എന്തിനാ മനസ്സിലായി മീൻ പിടുത്ത കാര്യമാണല്ലോ മീൻ പിടിച്ചു ഭയങ്കര ഊരവേദന അയ്യോ ഈ മീനുകളൊക്കെ എന്ത് ചെയ്യും? എന്നാലും എന്റെ പൊട്ടാണ് ഇതെങ്ങനെ എന്തിനാ ബേബിനെ പൊട്ട വിളിച്ചത് ഇതുണ്ടോ പൂയരും പോവില്ല ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ ഇത് റിഫ്ലക്ട് ചെയ്യും ചിഞ്ചോ പ്ലീസ് ചിഞ്ചോ പിന്നെ കൊത്താൻ അനുവദിക്കും പാവം ചിഞ്ചോ നമുക്ക് വേറെ പരിപാടി ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് വേണ്ട ഞാൻ കുറച്ച് വലിച്ചല്ലോ കേട്ടോ പുയറിനെ കിട്ടാത്തതുകൊണ്ട് ഇറങ്ങിയോട് നിൽക്കരുത് നമുക്ക് കായൊക്കെ എടുത്തോണ്ട് പോയാലോ അങ്ങനല്ല മീൻ പിടിക്കണല്ല വലിയ വലിയ മീനാണെങ്കിൽ പറ്റുമോ ഒന്നിനെ കിട്ടിയത് ഈ കുഞ്ഞു ഇതിനെ പിടിക്കാൻ അല്ലേ വലുതിനെ കിട്ടാൻ തന്നെ പറയുന്നതേ ഒരുപാട് പോകണം അങ്ങോട്ട് അങ്ങോട്ട് നടുവ് പോയ പോരെ വലിക്കല്ലേ നമുക്കൊന്ന് കറിയൊക്കെയുള്ള മീൻ കിട്ടൂലേ പിന്നെ നമുക്ക് ചോറ് മീൻ കറിയൊക്കെ വൈകുന്നേരം ചോറില്ലേ തക്കാളി ഇല്ല അടിച്ച് വലിയ മീനാട്ടോ ബേബി വലുതിന്റെ ഫോക്കസ് ചെറിയ മീനുകളൊക്കെ പോയി വലിയ മീനുകൾ കയറ്റ അങ്ങനെ നമ്മൾ സംഭവബഹുലമായ മീൻപിടുത്തത്തിന് ശേഷം നമ്മൾ കയാക്കിങ്ങിലേക്ക് ഇറങ്ങിക്കാണ്ടോ. ഒന്നാമത് ലേറ്റ് ആയപ്പോൾ മീൻസ് അവിടെ ഒരു സമയമുണ്ട്, അതുവരെ നമുക്ക് കയാക്കിങ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓൾറെഡി നമ്മൾ ആ കയാക്കിങ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മളെ തോണി ഉണ്ടല്ലോ, അത് വേറെ ആരൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ
നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമുക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പോൾ വേറെ ആളുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവരുടെ നോന്നും പറയണമെന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയൊക്കെ കൂടെ ആയപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഇനി ഫിഷിങ് മതി, കയാക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരുപാട് ഫിഷ് കിട്ടിട്ടോ, ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. കയാക്കിങ് നമ്മൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് നമുക്ക് അത് വലിയ ത്രില്ലുണ്ടായില്ല. പക്ഷേ ഫിഷിങ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര രസമായിട്ട് തോന്നി നമുക്ക്. കാട്ടെ ചിഞ്ചോ, മീനിനെ കാട്ടെ. ഇഷ്ടം പോലെ ആയില്ലേ? സൂപ്പർ സൂപ്പർ മാൻ, സൂപ്പർ. കാക്കുവക്കാരൻ മുന്നിലേ, കാക്കുവിന്റെ മറവേക്കാരൻ എനിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നല്ല സീറ്റാണ്, ചളിയാവാത്ത സീറ്റാണ്. കാക്കു പിടിക്ക്, വണ്ടി പിടിക്ക്. നനക്കാതെ കയറട്ടോ സീറ്റ്, അല്ലെങ്കിൽ എൻ്റെ വെള്ളപ്പാൻ്റെ കാപ്പി പാൻ്റെ ഇമ്മാൻ്റെ അപ്പാൻ്റെ അമ്മാൻ്റെ അപ്പാ. ഓക്കെ ഗൈസ്, എന്നത് ഓക്കെ. ഞാനതാ കാക്കുനോട് പോകാൻ പറഞ്ഞതേ. ആക്സിഡന്റ് ആവണത് പോട്ടെ, പിന്നെ ഞമ്മക്ക് വേറെ കിട്ടും. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ. ബിസ്മില്ലാ. ആ കുഞ്ഞെ തച്ച് കൊല്ലല്ലേ കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയാ. എങ്ങടാ പോണത്? ഇതിന് ഇതൊന്നുമില്ലേ, അറ്റൊന്നുമില്ലേ? കാക്കു എപ്പിടി ഇരിക്ക? സൂപ്പർ ആയിരിക്കും. ഡ്രൈവർ സീറ്റ് കയറിയിരുന്നാലും നിങ്ങൾ വണ്ടി ഓടിക്കാം. തിരി ഒടുക്കത്തെ ലൈഫ് ജാക്കറ്റ് ഇട മനുഷ്യന് ശ്വാസം കിട്ടണില്ല. അവിടെ യുദ്ധമാണ്. ഉണ്ട്. ഞാനിത് അങ്ങോട്ടൊക്കെ കിട്ടാൻ വേണ്ടിട്ടേ. വലുത് പ്രതീക്ഷിച്ചു വന്നതല്ല. It was me who turned it. You like it, man? Bro, you like it? ഒക്കെ താഴെ ഒരു വരട്ടല്ലേ. ചിഞ്ചു അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ലേ? പടച്ചറബേ, തൊഴി ഇന്നാലേ വീഡിയോ കാണുമ്പോ രസം ഉണ്ടാവുള്ളൂ. ഇവനെ ഈ കുത്തും. ഡ്രൈവിംഗ് അറിയാത്തവനെ. അങ്ങനെ കുത്തി തോണ്ടി മാറ്റി അതൊക്കെ ഞമ്മക്കറിയാം. ഞങ്ങൾ കുറച്ച് ബാക്കിൽ വരെ. സ്റ്റോറി ഇടാൻ വേണോ? ഓ, ഞങ്ങൾ ആക്സിഡന്റ് പെട്ടു ഗൈസ്. ഇതേ കണ്ണാപ്പി ഡ്രൈവേഴ്സ്. മഴ പെയ്യൽ പ്രമാണിച്ച് നമ്മൾ പരിപാടി പെട്ടെന്ന് അല്ല, നീ മഴയത്ത് ഞങ്ങൾക്ക് എന്താ പാണ്ട്? പിന്നെ ടോല കുത്തല്ലേ.
ഗൈസ് മഴ കാരണം പരിപാടികളെല്ലാം അവസാനം. അതാ ഇത് ചിഞ്ചുവിൻ്റെതാണോ ഈ ഓറഞ്ച് സാധനം? അയില് ചാടിക്കാന്നല്ലേ കാക്കു പോണില്ലേ? കാക്കു പോണ്ട, പനി എടുക്കും. അങ്ങനെ നമ്മുടെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. കയാക്കിംഗ് മാത്രമല്ല, നമ്മളിവിടെ നിന്ന് പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മളതും ട്രൈ ചെയ്തിട്ടോ. ഞാനും കാക്കൊക്കെ ചടപ്പടേ വീഴുന്നു. ചിഞ്ചു കുറച്ചൊക്കെ നന്നായിട്ട് ചെയ്തു. ഭയങ്കര രസമായിരുന്നു. കുറേ കാലത്തിന് ശേഷം നമ്മൾ മഴ കൊണ്ടു. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് തോന്നുന്നു മഴ കൊള്ളണം. ഞാൻ വിചാരിച്ചു പനി പിടിക്കുന്നു, പക്ഷേ പനിയൊന്നും പിടിച്ചില്ല. ഭയങ്കര വൈബായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടത് കാണുമ്പോൾ തന്നെ അറിയില്ല എത്രത്തോളം രസമായിരുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്ന് പെട്ടെന്ന് കുളിച്ചിട്ടോ. അപ്പോൾ അറ്റം മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുളിച്ചിട്ട് വൈകുന്നേരം ചുമ്മാ കറങ്ങാൻ എന്തെങ്കിലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇവിടെ നമ്മൾ ഇത് കാണുന്നത്. വീടിൻ്റെ ഐശ്വര്യം. ഇതൊക്കെ ചത്തടാ. അങ്ങനെ നമ്മൾ ഈ ഫിഷാണ് ഇന്ന് രാത്രി നമ്മൾ ഫ്രൈ ചെയ്ത് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രില്ല് ചെയ്യണമെന്നാണ് വിചാരിച്ചെന്ന് തോന്നുന്നു, പക്ഷേ ഗ്രില്ല് ചെയ്യാൻ നിന്നില്ല, നമ്മൾ ഫ്രൈ ആക്കി കഴിച്ചു. കാരണം നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടത്. എത്ര സമയം കാക്കൂ? 6:30. അയ്യോ എന്താ ആംബിയൻസ് നോക്കൂ ഗൈസ്. ഓക്കെ, ബെൽറ്റ് വണ്ടിയിലല്ലേ. എൻ്റെ പാൻ്റ് അതിലാ ലൂസത്ര. അത് സ്പേസ് ഉണ്ട്. പക്ഷേ ഗൈസ്, നമ്മൾ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയത് ആണ്. ബാക്കിയുള്ള ആളുകൾ കുളിക്കാനെന്നും പറഞ്ഞ് പൂളിലേക്ക് പോയിട്ട് ഒറ്റൊന്നിനെയും കാണുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പോലെ അവിടെ എൻജോയ് ചെയ്യണം, റിലാക്സ് ചെയ്യണം. അപ്പോൾ നമ്മളും അങ്ങോട്ട് പോവാണ്. ഓക്കെ, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടൊരു മെച്ചില്ല. എന്താ പോക്കറ്റിൽ ഫോർ സെയിൽ വിളിക്കാനാണോ? ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ സുപരിചിതമായോ? പറയൂ കമൻറ്റ് ബിലോ. ഇവലിതാ ഇവിടെ നീന്തി ആസ്വദിക്കുന്നു ഗൈസ്. ആളൊക്കെ കുറവാണ്, അവിടേക്കൊന്നും എടുക്കണില്ല. 7 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് കാക്കുവിൻ്റെ ചവിട്ടുള്ളതാണോ ഇവിടെ വന്നിരിക്കണത്? കാക്കു ഇതാണ് ഞങ്ങളെ കുടുംബത്തിലെ ജലകന്യകൻ. വെള്ളം കണ്ടാൽ പിന്നെ അവൻ അവിടുന്ന് പോരില്ല. സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ ഒറ്റങ്ങളെ പിടിച്ചോണ്ടെന്ന് കാണാൻ നമ്മൾ പിന്നെ നമുക്ക് നാളത്തെ ദിവസം പോകാൻ വേണ്ടിയിട്ടുള്ള ബീച്ച് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. കുറേ സ്ഥലത്ത് പോയി നമ്മൾ മടങ്ങി വന്നു. കാരണം എല്ലാത്തിനും ഒരു പേരാണ്, പക്ഷെ ചെല്ലുമ്പോൾ വേറെ വേറെ സ്ഥലങ്ങളാണ്. പിന്നെ മഴ ആയതുകൊണ്ടും ആരും കാണാനില്ല. അപ്പം നമുക്ക് ആകെ കൺഫ്യൂഷനായി. നമ്മൾ അങ്ങനെ തപ്പി ഇവിടെ എത്തി. അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു വേറെ തരം ബീച്ചാണ്. ലൈക്ക് ഈ കാറ്റിൽ മണൽ വന്ന് കൂടി നിന്നുകാണ്ട് ഉണ്ടായ പോലത്തെ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നമ്മുടെ ഭൂമി നിലമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ കുടിച്ചാടിപ്പോവും. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ബീച്ചായിരുന്നു അത്. എങ്ങനെ ഇനി പറയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ബീച്ചൊക്കെ കണ്ട് സ്പോട്ടൊക്കെ കണ്ട് പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ, നാളെ കാണാം.